കേസന്വേഷണത്തിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന തെളിവുകളാണ് സാക്ഷിമൊഴികൾ. സാക്ഷിമൊഴികൾ സത്യസന്ധവും നിഷ്പക്ഷവുമാവേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇതേ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് അന്വേഷണത്താൽ തെളിയിക്കപ്പെട്ട ഒരു കേസാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നീതി നിർവഹണത്തെ സഹായിക്കലാണ് ഫോറൻസിക് സയൻസിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ധർമ്മം. അപ്പൊ നീതി നിർവഹണം എന്ന് പറയുമ്പോൾ അത് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ വിധിക്കുക, അല്ലെങ്കിൽ കുറ്റവാളിയെ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാള് ഒരു സംശയത്തിന്റെ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തി വിടുക എന്നുള്ളതും ഈ ഫോറൻസിക് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളല്ല ഒന്നിലധികം ആൾക്കാർ ഒരു ക്രൈം കേസിൽ ഉൾപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തികളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ ഫോറൻസിക് സയൻസിന് സാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് ഒരു ദിവസം ഒരു ആളില്ലാത്ത വീട്ടിൽ 2 വർക്കേഴ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. അവര് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു, വർക്കെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ വീട്ടിൽ ആൾക്കാരില്ല, വേറെ ഈ വർക്കേഴ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. അവര് ഉറങ്ങാൻ കിടന്ന ഒരു വരാന്തയിലാണ്. അപ്പൊ നേരം വെളുത്തപ്പോൾ ഉണ്ട് അതിലൊരാള് ആ വരാന്തയുടെ താഴെ വീണ് മരണപ്പെട്ട് കാണുന്നു. അപ്പോൾ വരാന്തയില് ഒരു വലിയ കല്ലും കാണുന്നുണ്ട്. അപ്പോൾ ആ വരാന്തയുടെ താഴെ ഇയാള് പൂൾ ഓഫ് ബ്ലഡിൽ മരിച്ചു കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ച് എന്ന് പറയാം. അപ്പോൾ ഇയാളുടെ കൂട്ടുകാരനാണ് ഈ കേസിലെ സാക്ഷിയായിട്ടുള്ളത്. ഇവർ രണ്ടാളും കൂടിയാണല്ലോ ഉറങ്ങാൻ കിടന്നത്. അപ്പൊ നേരം വെളുത്തപ്പോഴാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഈ സാക്ഷിയായിട്ടുള്ള കൂട്ടുകാരൻ പോലീസിനോട് വിശദീകരിക്കുന്നു. രാത്രിയില് 2 ആൾക്കാർ ഇവിടെ വന്നു. അവര് ഈ മരിച്ച വ്യക്തിയുടെ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുണ്ട്, കൊടുക്കൽ വാങ്ങൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും പറഞ്ഞ് അവരന്ന് രാത്രിയിൽ വന്നു, തർക്കമായി, വഴക്കായി. അങ്ങനെ അതിന്റെ അവസാനം ആ കാണുന്ന വലിയ കല്ല് വെച്ച് അവർ 2 ആളും കൂടി ഇയാളെ ഇടിച്ചു കൊന്നു. ഞാൻ സാക്ഷിയാണ്, അപ്പൊ ഞാനിത് തടസ്സം പിടിക്കാനൊക്കെ ചെന്നു, പക്ഷെ ഓടിക്കുമല്ലേ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ ഓടിപ്പോയി. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വന്ന ആൾക്കാർ ആരാണ്? ഈ 2 പേരുടെയും പേരും അഡ്രസ്സും കറക്റ്റ് പോലീസിന് കൈമാറി. അപ്പൊ ഈ പേരും അഡ്രസ്സും കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് എത്രയും പെട്ടെന്ന് അതിരാവിലെ തന്നെ അവരെ വീട്ടിൽ ചെന്ന് അവരെ പിടിച്ചു. കാരണം അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള സമയമുണ്ട്, അതല്ലെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നു അവരെ പിടിച്ചു. അവരെ ചോദ്യം ചെയ്തു. പക്ഷെ അവര് പറയുന്നു ഈ മരണപ്പെട്ട വ്യക്തിയെ അറിയാം, സാമ്പത്തിക ഏർപ്പാടുകളൊക്കെ ഉള്ളതാണ്, അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ വരികയോ ഇയാളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളുടെ സാക്ഷി പറയുന്നു അവർ 2 പേരും ഇവിടെ വന്നതാണ്, ആ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നതാണ്, ഞാൻ കണ്ടതാണ്. അപ്പോൾ മാറി 2 ടീമിനെയും ചോദ്യം ചെയ്തു. പക്ഷേ 2 ടീമും അവർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യാവുന്നത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അറിവ് വെച്ചുള്ള എല്ലാ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള CI, അപ്പൊ അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി, എന്നാൽ ഒരു ഫോറൻസിക് സയന്റിസ്റ്റിന്റെ ഒരു സേവനം ഇതിൽ ഉപയോഗിച്ചാലോ. അപ്പോൾ അന്ന് ഒരു സൺഡേ ആണ്. എല്ലാ ജില്ലകളിലും ഒന്നും ഫോറൻസിക് സയന്റിസ്റ്റുമാരെ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ആകപ്പാടെ 4 ഫോറൻസിക് സയന്റിസ്റ്റുമാരാണ് ഉള്ളത്. അവരിങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ജില്ലയിൽ ഫോറൻസിക് എക്സ്പെർട്ട് ഇല്ല. അപ്പോൾ ഉള്ള സ്ഥലമായ തൃശ്ശൂരേക്ക് അവര് എത്തുകയാണ്. എങ്ങനെ? അതായത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷേഴ്സ് എല്ലാം അവർ സ്വീകരിക്കുന്നു. ആ വരാന്തയിൽ കാണപ്പെട്ട കല്ല്, ആ പ്രതികൾ എന്ന് പറയുന്ന 2 ആൾക്കാര്, ഈ സാക്ഷി. അപ്പൊ ഇത്ര ആൾക്കാരെ വണ്ടിയിലാക്കി നമ്മളുടെ CI ഇവിടെ വരുന്നു. അതൊരു സൺഡേയും കൂടിയാണ്. അപ്പോൾ കേസിന്റെ ഒരു ബ്രീഫ് തന്നതിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, 2 പേരോടും മാറി ചോദ്യം ചെയ്തു. പക്ഷെ 2 പേരും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന് അറിയാൻ എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിച്ചു തരാമോ? അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കാൻ പോകുന്ന ക്ലൂ എന്താണ്? നമുക്ക് എന്തറിവാണുള്ളത്? നമുക്ക് ആകെയുള്ള അറിവെന്ന് പറയുന്നത് കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറൻസിക് സയൻസ് ഉണ്ട്. അതില് സാഹചര്യം കള്ളം പറയില്ല, എന്നാൽ സാക്ഷി ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം. എവരി കോണ്ടാക്ട് ലീവ്സ് സം ട്രേസ്, ലൊക്കാർട്സ് പ്രിൻസിപ്പിൾ, പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന വസ്തുക്കൾ തമ്മിൽ എവിഡൻസ് എക്സ്ചേഞ്ച് ഉണ്ടായേക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ, സംശയമുള്ളതിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്താൽ അത് നമുക്ക് കേസിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള ചില ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് മാത്രമാണ് നമുക്ക് കൈമുതലായിട്ടുള്ളത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഈ വ്യക്തികളിലും ഈ പറയുന്ന വപ്പണായിട്ടുള്ള കല്ലിലും വേണ്ട പരിശോധനകൾ നടത്തുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഈ 2 പ്രതികളിലേക്ക് തിരിയാം. അപ്പൊ ഈ പ്രതികള് തലയ്ക്ക് മുറിവേറ്റ് പൂൾ ഓഫ് ബ്ലഡിൽ ആള് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിശദീകരണം. അപ്പൊ കല്ല് വെച്ച് ഇടിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എല്ലാം ബ്ലഡ് സ്പാറ്റർ ഉണ്ടാവും, ബ്ലഡ് തെറിക്കും.
അപ്പൊ അങ്ങനെ തെറിക്കുന്ന ബ്ലഡിന്റെ ഒരു ഭാഗം ഇവരുടെ ദേഹത്തും വസ്ത്രങ്ങളിലും ഒക്കെ ആയിട്ട് വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് പ്രതിയെന്ന് സംശയിച്ച് പിടിക്കാൻ ചെന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സമയവും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം, ഡ്രസ്സ് മാറ്റാം, വാഷ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ സമയവും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഇവരുടെ ദേഹത്തും വസ്ത്രങ്ങളിലും എല്ലാം ബ്ലഡിന്റെ ഏതെങ്കിലും ഒരു ട്രേസ് ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തി. ബ്ലഡിന്റെ പ്രിലിമിനറി ടെസ്റ്റ് പരിശോധന, ബെൻസലിൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട പരിശോധന നടത്തി. അപ്പൊ ഈ പരിശോധന പോസിറ്റീവ് ആയാൽ ഇതിന്റെ ഗുണം അവരുടെ ആ ബോഡിയിൽ ബ്ലഡ് അത് ആ പരിശോധനയുടെ റിസൾട്ട് തന്നെ അത് കൺക്ലൂസീവ് അല്ല. അത് ബ്ലഡ് പോലെയുള്ള വേറെ ചിലതും ഒക്കെ ആകാം. എന്നിരുന്നാലും അങ്ങനെ ഒരു സംശയിക്കുന്ന സോഴ്സിൽ നിന്ന് ഒരു സാമ്പിൾ കിട്ടിയാൽ അത് നമുക്ക് ഫർദർ എക്സാമിനേഷന് വേണ്ടിയിട്ട് ശേഖരിക്കാം. ഇവരുടെ ബോഡി പരിശോധിച്ചു, അവരുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചു, അവരുടെ നെയിൽ ക്ലിപ്പിംഗ്സ് പരിശോധിച്ചു. നമുക്ക് ബ്ലഡിന്റെ ഒരു അംശം പോലും കിട്ടിയില്ല. അപ്പൊ ഈ പ്രിലിമിനറി ടെസ്റ്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് ആണെങ്കിൽ 100% ഉറപ്പാണ്, അവിടെ ബ്ലഡ് ഇല്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കളർ കാണിച്ചാലാണ് ഇത് വേറെ ചിലതൊക്കെ ആകാവുന്ന ഒരു സാധ്യത ഉള്ളത്. അപ്പോൾ ഈ ബെൻസലിൻ ടെസ്റ്റ് നമുക്ക് വളരെ ഡിപ്പെൻഡബിൾ ആണ്. പല കേസിലും ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റിന് നമുക്ക് വളരെയേറെ ഡിപ്പെൻഡബിൾ ആണ്. ഉദാഹരണമായിട്ട് ഈ കേരളത്തിൽ തന്നെ ഒരു മാസ് മർഡർ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പലരെയും പരിസരവാസികളെ എല്ലാം സംശയിച്ചു. അവരുടെ എല്ലാം വീടുകളും ഒക്കെ പരിശോധിച്ച്, അതായത് ഏതോ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് തലക്കടിച്ചൊക്കെ കൊന്നിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ അവരുടെ ആ ലൊക്കേഷൻ ക്രൈം സീനായ വീടൊക്കെ പരിശോധിച്ചപ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ തലയ്ക്കും തലയിണയ്ക്കും ഇടയ്ക്കായിട്ട് കുറച്ച് മണ്ണ് ഒക്കെ തരികളൊക്കെയാണ് കണ്ടത് ആ പടം. അപ്പോൾ നമ്മൾ കൊടുത്തത് ഒരു ക്ലൂ എന്ന് പറയുന്നത് ഏതെങ്കിലും അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് വെച്ചൊക്കെ ആയിരിക്കും ഈ തലക്കടിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ആ രീതിയിൽ പോലീസ് ആ പരിസരത്തുള്ള എല്ലാ വീടുകളുടെയും ഔട്ടറിലും ഒക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഇംപ്ലിമെന്റ് ഉണ്ടോ, അതിൽ ബ്ലഡ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അവർ തന്നെ പല ടീമായിട്ടുള്ള ഒബ്സർവേഷൻസ് അവിടെ ഉണ്ടായി. അപ്പൊ ഒരു ടീമിലെ ഉദ്യോഗസ്ഥൻ, ഒരു DYSP നമ്മളോട് പറയുന്നു, അവിടെ ആ വീട്ടില് അവിടെ സ്റ്റെയർ കേസ്, ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൽ അതിന്റെ പൈപ്പിന്റെ താഴെയുള്ള സൈഡിലുള്ള ഭിത്തിയിലൊക്കെ ചില ഡാർക്ക് ബ്രൗൺ സ്റ്റെയിൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ബ്ലഡ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടോ, അതൊക്കെ പരിശോധിക്കണം. അപ്പോൾ ഒരു പരിസരത്ത് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ പോലീസ് കയറി വരിക, പരിശോധിക്കുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, ഈ കറകളൊക്കെ നോക്കി. ഈ കറയൊന്നും ബ്ലഡ് അല്ല. അപ്പോൾ വാഴക്കറ, ജാതിക്ക കൃഷിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, ജാതിക്ക അപ്പോൾ അവിടെ ഉണ്ട്, അവര് ജാതി കൃഷിയുള്ളവരാ. അപ്പൊ ജാതിക്കയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ വാഴക്കൊല വെട്ടി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെയുള്ള കറകൾ ഉണ്ടാകാം. ഇതൊന്നും ബ്ലഡ് അല്ല. അപ്പോൾ ആ ഉറപ്പ് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യർക്കൊക്കെ ഉണ്ടായ ആശ്വാസം ഒന്ന് വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മളുടെ ഈ പ്രിലിമിനറി ടെസ്റ്റ്, ബെൻസലിൻ ടെസ്റ്റ്. അപ്പോൾ ഈ പ്രതികളിൽ ദേഹത്തോ വസ്ത്രങ്ങളിലോ നെയിൽ ക്ലിപ്പിംഗ്സിലോ നമുക്ക് ആ ടെസ്റ്റിൽ നിന്ന് ഒരു ക്ലൂവും കിട്ടിയില്ല. ഇനി ഒരു പ്രത്യേകത നമ്മൾ ആകെ കണ്ടത്, ഒരാളുടെ കാലിന്റെ ഒരു വിരലിൽ ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. പ്രതികളായിട്ട് വന്നിട്ടുള്ള രണ്ടാൾക്കാരിൽ ഒരാളുടെ കാലിൽ ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അതെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, അത് പിന്നെ വന്ന വഴിക്ക് കാലൊന്ന് കല്ലിൽ തട്ടിയതാണ്. അവര് പതുക്കെ പറഞ്ഞു, അല്ല സാറേ, അടിച്ചതാണ്. അപ്പോൾ അടിച്ചതാണെന്നുള്ളത് പതുക്കെ പറഞ്ഞു, ഒരു സ്വരം താഴ്ത്തി. ഇതെന്താണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവരുടെ ദേഹത്ത് ബ്ലഡ് ഉണ്ടെന്നുള്ളതാണോ? പോലീസിന് ഇന്ററോഗേഷന് പല മെഷേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഡിഗ്രി ഇന്ററോഗേഷൻ, ചോദ്യം ചെയ്യൽ മാത്രം. സെക്കൻഡ് ഡിഗ്രി ഇന്ററോഗേഷൻ, ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകളൊക്കെ കാണിച്ചിട്ടുള്ള ചോദ്യം ചെയ്യല്. ഇതിലൊന്നും പെട്ടില്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇന്ററോഗേഷൻ. സാധാരണ അതിനെയാണ് നമ്മൾ പറയുന്ന മൂന്നാം മുറ എന്ന് പറയും. മൂന്നാം മുറ അങ്ങനെ സാധാരണ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രതികളെന്ന് ഉറപ്പിച്ച ഒരാൾ പറയുന്നു, പക്ഷേ ഒരു ക്ലൂവിലും എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തായാലും അല്ല സാറേ, അടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി. അവരുടെ കാലയിൽ ബ്ലഡ് ഉണ്ട്, അത് എവിഡൻസ് ആണ് എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനിയുള്ളത് നമുക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രതികൾ, അപ്പൊ അതിലൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഒരു പോയിന്റ് കൂടി. അതായത് ഈ വലിയൊരു കല്ലാണ് ഇത് കൊല്ലാൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന ആയുധമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കല്ലിൽ നമ്മൾ ഇതേ പരിശോധന നടത്തി. കല്ലിൽ തലക്കടിച്ചിട്ടുള്ള കല്ലാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലഡിന്റെ അംശം വരണം. ഈ ബ്ലഡിന്റെ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ യാതൊരു ട്രേസും കിട്ടിയില്ല, നെഗറ്റീവ് കൺക്ലൂസീവ് ആണ്. അപ്പോൾ കല്ല് വെച്ച് തലക്കടിച്ചിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വേണം നമുക്ക് എത്തിച്ചേരാൻ.
പിന്നെ ആ കല്ലിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, ആ കല്ലിന്റെ ഏതാണ്ട് 3 വശവും കരി പിടിച്ച് കാണുന്നുണ്ട്. നല്ലൊരു കരിങ്കല്ലാണ്, കരി പിടിച്ച കല്ല്. അത് വരാന്തയിലാണ് ഇരുന്നിരുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 വശവും കരി പിടിച്ച കല്ല് എന്ന് പറയുമ്പോൾ അത് എന്ത് കല്ലായിരിക്കണം? അടുപ്പ് കല്ലായിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ സാധ്യതയുള്ള കല്ലായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രതികളാണ് ഇത് എടുത്തു കൊണ്ടുവന്ന് വരാന്തയിൽ വെക്കേണ്ടവർ, അവർ പ്രതികളാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ അവരുടെ ദേഹത്ത് അതിലുള്ള കരിയുടെ അംശം വരാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ദേഹത്തും വസ്ത്രങ്ങളിലും അവരുടെ നെയിൽ ക്ലിപ്പിംഗ്സിലും വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. ഏതെങ്കിലും കരിയുടെ അംശം ഈ വ്യക്തികളിൽ കാണുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ നമ്മൾ ഇവരോട് പറയുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ പ്രതികൾ യഥാർത്ഥത്തിൽ ഇന്നസെന്റ് ആകാനാണ് സാധ്യത. ഇനി പ്രതികൾ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമാസിലാണ് വരുന്നത്. നമ്മുടെ ഒബ്സർവേഷൻ പ്രകാരം ഇവരിൽ നിന്ന് യാതൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി ഇപ്പുറത്ത് ഒരു സാക്ഷി നിൽപ്പുണ്ട്. അപ്പോൾ ഈ സാക്ഷി കള്ളം പറയുമോ ഇല്ലയോ? അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സർക്കംസ്റ്റാൻസസ് പറയുന്നത് എന്താണ്? സാഹചര്യം കള്ളം പറയില്ല, പക്ഷേ സാക്ഷി കള്ളം പറഞ്ഞേക്കാം. എല്ലാ സാക്ഷികളും കള്ളം പറയുമെന്ന് നമ്മൾ പറയില്ല, പറയുന്നവരും പറയാത്തവരും ഉണ്ട്. അപ്പോൾ സാക്ഷി കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ മനുഷ്യനാണ് കള്ളം പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് മനുഷ്യനെ വിശ്വസിക്കേണ്ട, സയൻസിനെ വിശ്വസിക്കാം. അപ്പൊ അവിടെയാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെ പ്രസക്തി. അപ്പൊ ഇയാൾ പറയുന്ന പ്രകാരം ഇയാളിലും ബ്ലഡിന്റെ എന്തെങ്കിലും അംശം ഉണ്ടോ അതൊക്കെ നമ്മൾ നോക്കിയൊന്നുമില്ല. ഇയാൾക്ക് ഇയാളുടെ നെയിൽ ക്ലിപ്പിംഗ്സ് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രഷ് ബ്ലേഡ്, ഒരു വൈറ്റ് പേപ്പർ ഒക്കെ കൊടുത്തു. വളരെ സാവകാശം, കൈയൊന്നും മുറിക്കാതെ ഈ നെയിൽ ക്ലിപ്പിംഗ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ നെയിൽ ക്ലിപ്പിംഗ്സ് അയാൾ കട്ട് ചെയ്തെടുത്തു. അപ്പം ചില യഥാർത്ഥ പ്രതികൾ വരുമ്പോൾ ഈ നെയിൽ ക്ലിപ്പിംഗ്സ് കട്ട് ചെയ്തെടുക്കാൻ പറയുമ്പോഴത്തേക്ക് അവർക്ക് കൈ ഷിവർ ചെയ്യും. ഇയാൾക്ക് അതുപോലും സംഭവിച്ചില്ല. ഈ കൈ ഷിവർ ചെയ്താൽ അവിടെ തന്നെ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് സമാനമായ വേറൊരു കേസ്, ഒരിക്കലും നമ്മുടെ ലാബിലേക്ക് ഒരു അതർ സ്റ്റേറ്റ് വർക്കേഴ്സ് അതിലൊരാൾ മരിച്ചു കിടക്കുന്ന ഒരു സീൻ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർക്കറിയാം ഈ അതർ സ്റ്റേറ്റ് വർക്കേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൽ വേറെ ആരും അതിക്രമിച്ചു വരാൻ സാധ്യതയില്ല. അതില് ഈ തൂമ്പ കൊണ്ടുള്ളതുപോലെയുള്ള വലിയ വെട്ടാണ് അവരുടെ ദേഹത്ത്, തലയിലും ഒക്കെ ആ മരിച്ച ആളുടെ ദേഹത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരിൽ ആരെങ്കിലും അല്ലാതെ പ്രതിയായിട്ട് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയും ഇല്ല. അപ്പോൾ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അവിടെ 6 പേരുണ്ടായിരുന്നു, ആ 6 പേരെയും കൂടി ഒരു ദിവസം ലാബിലേക്ക് കൊണ്ടുവന്നു. അന്ന് ഹോളിഡേ ആണ്. അപ്പൊ ഈ ലാബിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആവശ്യം, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റോൾ ഉണ്ടോ, എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ്. അവിടെ ദാരുണമായിട്ട് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വ്യക്തി മരിച്ചു കാണപ്പെട്ടു. ഷാർപ്പായിട്ടുള്ള ആയുധം വെച്ചാണ് മുറിവേറ്റിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ആരുടെയെങ്കിലും പണി ആയുധം കൊണ്ടോ വല്ലോ ഒക്കെ ആണോ ആയിട്ടുള്ളത്? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമല്ലോ. അവരെ നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ബെൻസിലിൻ ടെസ്റ്റ് 5 പേര് കറക്റ്റായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇവരിൽ നമുക്ക് യാതൊരു എവിഡൻസും കിട്ടാനില്ല. ഈ 6ാമൻ കുറച്ച് പ്രായമുള്ള ആളാണ്. ഇയാളോടും പറഞ്ഞു നെയിൽ ക്ലിപ്പിംഗ്സ് ഒക്കെ ഒന്ന് എടുത്തോ. വൈറ്റ് പേപ്പറും ഫ്രഷ് ബ്ലേഡും കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് കൈ വിറയ്ക്കുന്നു, എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളുടെ SIയും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് നെയിൽ ക്ലിപ്പിംഗ്സ് എടുത്തു. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട്, ഇതിൽ ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലഡിന്റെ അംശം, ഒരു അല്പമായിട്ട് ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഈ മരണപ്പെട്ടത് ഇയാളുടെ ഒരു റിലേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ മരിച്ച ആളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുക, ഇത് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിന് ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഇയാളുടെ ദേഹത്ത് ബ്ലഡ് വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ക്ലൂവും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ 5 പേരെ എലിമിനേറ്റ് ചെയ്യാം. ഈ 6ാമനെ പോസിറ്റീവും പറയല, നെഗറ്റീവും പറയല. കാരണം ഇയാളിൽ ഒരു അല്പം ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. പക്ഷെ 2 ചാൻസ് ഉണ്ടല്ലോ. ഇയാള് ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ഇയാളെ പറ്റി ഒന്നും പറയുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന 3rd ഡിഗ്രി വല്ലതും പ്രയോഗിച്ചാലോ എന്നുള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അങ്ങനെ നമ്മളത് ഫിനിഷ് ചെയ്തു. അവര് നമ്മുടെ ഫോറൻസിക് ലാബിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി അപ്സ്റ്റെയറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട്, ഈ 5ാമൻ പോലീസിനോട് കൺഫസ് ചെയ്യുന്നു ആ മർഡർ കമ്മിറ്റ് ചെയ്തത് ഇയാളാണ്. അപ്പോൾ അവിടെ പിന്നെ ഒരു 3rd ഡിഗ്രി മെഷേഴ്സിന്റെ ഒന്നിന്റെയും ഒരു ആവശ്യം വന്നിട്ടില്ല. ഈ പരിശോധന കൊണ്ട് അയാൾ കൺഫസ് ചെയ്യുകയാണ്, ആ വിക്ടിമിനെ കൊന്നത് ഞാനാണ്, മൺവെട്ടി കൊണ്ട് വെട്ടിയാണ് കൊന്നത്. ആ മൺവെട്ടി ഇന്ന സ്ഥലത്തുണ്ട്. പിന്നീട് പോലീസിന് അത് കാണിച്ചു കൊടുക്കുന്നു, റിക്കവറി ആയിട്ടുണ്ട്. എന്തിനാണ് കൊന്നത്? അത് ഇയാള് നാളെ നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ്. ഞാൻ അടുത്ത ആഴ്ചയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധം ഉണ്ടാകില്ലേ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് ഇവൻ പോകണ്ട. അങ്ങനെ അവനെ ഞാൻ വെട്ടിക്കൊന്നു. തലങ്ങും ഒക്കെ വെട്ടി, അതെല്ലാം ആക്ഷനൊക്കെ കാണിച്ച് തന്നു.
അപ്പോൾ ഇതാണ് ഈ നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്നുള്ള എവിഡൻസിന്റെ പ്രസക്തി. അപ്പോൾ ഇവിടെയും നമ്മളുടെ സസ്പെക്റ്റിനോട് നമ്മൾ പറഞ്ഞു, സസ്പെക്ട് അല്ല സാക്ഷിയോട് പറഞ്ഞു നെയിൽ ക്ലിപ്പിംഗ്സ് എടുക്കുക കെയർഫുൾ ആയിട്ട്. നമ്മൾ അത് എടുത്തു, പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് നേരിയ കാർബൺ തരികൾ ഇറങ്ങി വരുന്നു. ചെറിയ കാർബണിന്റെ അംശം അയാളുടെ നെയിൽ ക്ലിപ്പിംഗ്സിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോലീസിന് ഒരു ക്ലൂ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് യാതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ ഇതാ ഈ സാക്ഷിയുടെ നെയിൽ ക്ലിപ്പിംഗ്സിൽ ചെറിയ കാർബൺ തരികൾ കാണുന്നുണ്ട്. ഈ കാർബൺ തരികൾ നമ്മളുടെ മർഡർ വെപ്പണായ കല്ലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ളത് പോലെയുള്ള തരികളാണ്. അതുപോലെയുള്ളത് എന്ന് വളരെ മാർജിനിട്ട് മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാൻ പറ്റൂ. വിശദമായ പരിശോധന കൂടാതെ കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പോലീസിന് ഒരു വളരെ സുപ്രധാനമായ ഒരു ലീഡ് കിട്ടുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ആ കല്ലിന്റെ കരി വന്നത്? ആ കല്ലിന്റെ കരി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇത് അതുപോലെയുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരവും അവരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഇയാള് പ്ലേറ്റ് മറിച്ചു. ആ രണ്ടാൾക്കാരും യഥാർത്ഥത്തിൽ ഇന്നസെന്റാ. അവരവിടെ വന്നിട്ടില്ല, ഇയാളുമായിട്ടൊരു വഴക്കും ഉണ്ടാക്കിയിട്ടുമില്ല, അയാളെ കൊന്നിട്ടുമില്ല. ഈ പറയുന്ന ആള് സാക്ഷി മാത്രമാണ്. ഇനി സാക്ഷിയുടെ സ്ഥാനം പ്രതി അല്ലെങ്കിൽ സസ്പെക്ട്. ഇനി പ്രതി എന്ന് പറയുന്നത് കോടതിയാണ് പറയേണ്ടത്. അപ്പൊ ഇയാളാണ് യഥാർത്ഥത്തിൽ കൂട്ടുകാരനെ കൊന്നത്. അത് കല്ലുവെച്ചിടിച്ചല്ല, അയാള് വെട്ടുകത്തി വെച്ച് വെട്ടിക്കൊന്നു. അപ്പൊ വെട്ടുകത്തി അതിനുശേഷം കഴുകി ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അയാളുടെ വീട്ടില് എന്ന് പറയുന്നു. അത് എന്തിനു വേണ്ടിയാണ് കൊന്നത്? ഇയാളുടെ ക്യാഷിന് വേണ്ടിയിട്ടാണ് കൊന്നത്. അപ്പോൾ ഈ ക്യാഷ് എടുത്ത് ഇന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. റിക്കവറിയുടെ പോസിബിലിറ്റീസ് ആണ്. അതിങ്ങനെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ കൈയൊക്കെ കഴുകി, ബ്ലഡ് ഉള്ള കൈ മുറ്റത്തുണ്ടായിരുന്ന ടാപ്പിൽ കഴുകിയിട്ടുണ്ട്. വെപ്പൺ ഇന്ന സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും റെവലേഷൻസ് ഇയാളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇന്നസെന്റ് ആയിട്ട് പ്രതികൾ എന്ന് പറഞ്ഞു വന്ന ആൾക്കാരെ നമ്മൾ അവിടെ വെച്ച് തന്നെ റിലീസ് ചെയ്തു. അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ സാക്ഷി നാളെ പ്ലേറ്റ് മറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അയാൾക്ക് നാളെ ഒരു വക്കീലിനെ കിട്ടുമ്പോൾ, കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല എന്ന് അയാൾ തീർച്ചയായും പറയും. അപ്പോൾ ഇനിയാണ് നമുക്ക് എവിഡൻസ് കളക്ഷൻ, സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സാമ്പിൾ കളക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ ഉപയോഗിച്ചുള്ള ലാബിലുള്ള കമ്പാരിസൺ, ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അതിനുവേണ്ടിയുള്ള സാമ്പിൾ ശേഖരണം. അപ്പോൾ വിശദമായി പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ക്രൈം സീനിൽ ചെല്ലുന്നു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്നാം, ടാപ്പിനടിയിലെ വെള്ളത്തിൽ കൈ കഴുകി, വെപ്പൺ കഴുകി എന്ന് പറയുന്നു. ശരിയാണോ? അപ്പൊ ഇത് ശരിയാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ആ താഴെ ബ്ലഡിന്റെ അംശം ഇയാൾ കഴുകിയിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കൈയും വെപ്പണും കഴുകിയിട്ടുണ്ടെങ്കിൽ ടാപ്പിനടിയിൽ മണ്ണിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാകും. അപ്പോൾ ആ മണ്ണെടുത്ത് നമ്മൾ ഈ പ്രിലിമിനറി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ടെസ്റ്റിൽ ബ്ലഡ് പോസിറ്റീവ് ആണെങ്കിൽ നല്ല ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ കിട്ടും. ആ കളർ കിട്ടി. അപ്പോൾ ഇത് ബ്ലഡ് തന്നെയാണോ, ആ മരണപ്പെട്ട വിക്ടിമിന്റെ ബ്ലഡ് ആണോ? മറ്റു പരിശോധനകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടുന്ന് സാമ്പിൾ ബ്ലഡ് കളക്ട് ചെയ്തു. സാമ്പിൾ ബ്ലഡ് കളക്ട് ചെയ്തപ്പോൾ അതിന് റെലവെന്റ് ആയിട്ടുള്ള കൺട്രോൾ സാമ്പിളും ഒക്കെ എടുത്തു. അത് റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ആക്കി വൈറ്റ് പേപ്പറിൽ പാക്ക് ചെയ്തു. അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള പാക്കിംഗ് രീതി, പ്രിസർവേഷൻ നടപടികളൊക്കെ സ്വീകരിച്ച് പാക്ക് ചെയ്തു. അടുത്തത് ഇയാളുടെ വെപ്പൺ. അത് സെക്ഷൻ 27 റിക്കവറി പ്രകാരം വെപ്പൺ നമുക്ക് റിക്കവർ ചെയ്യാം. ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അവിടേക്ക് എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന ആ ഭാഗം. അപ്പോൾ ഇയാൾ പറയുന്ന വെപ്പൺ നമ്മൾ നോക്കി. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെട്ടുകത്തിയാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ബ്ലഡിന്റെ അംശമുണ്ട്. അപ്പോൾ വെട്ടുകത്തി നമ്മൾ സീസ് ചെയ്തു, പാക്ക് ചെയ്തു. ഇത് ലാബിൽ അയച്ച് നമ്മൾ ഇനി പരിശോധിക്കുകയാണ്. ഇതിൽ മരണപ്പെട്ട വ്യക്തിയുടെ ബ്ലഡിന്റെ അംശം ഉണ്ടോ? ആ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നു. അടുത്തത്, ഇയാള് ക്യാഷ് ഇന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ആ വീടിന്റെ ഒരു കഴുക്കോല് പോലെയുള്ള ഒരു ഔട്ടർ ഏരിയയിൽ ഇടയിൽ ഇങ്ങനെ തിരികെ വെച്ച നിലയിൽ ഒരു പേപ്പർ പാക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അത് പൊതിഞ്ഞിട്ടുള്ള പഴയ ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പറിൽ വരെ ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. നമുക്കിനി വേണ്ടത് ആ ബ്ലഡ് ഈ മരണപ്പെട്ട ആളുടെ ബ്ലഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ സയന്റിഫിക് ആയിട്ട് കളക്ട് ചെയ്തു. ഇത് ലാബിൽ അയച്ച് ഫർദർ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ കേസിലുള്ള റോള് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അയാൾ എത്ര മാറ്റി പറഞ്ഞാലും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സർക്കംസ്റ്റാൻസസ് വിൽ നെവർ ലൈ വെറാസ് വിറ്റ്നസസ് ക്യാൻ ആൻഡ് ഡു. സാഹചര്യം കള്ളം പറയില്ല,
സാക്ഷി വേണമെങ്കിൽ കള്ളം പറയാം. അപ്പോൾ നമ്മൾ ഇന്നസെന്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ ആ ഫോറൻസിക് എക്സാമിനേഷൻ വഴി റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രസക്തി. യഥാർത്ഥ പ്രതിയെ കണക്ട് ചെയ്ത് കൊടുക്കും.